അന്തംഗമികൾ 10 കൊല്ലം ഭരിച്ച അതേ നയവുമായി എന്തായാലും സതീശന് വരാൻ പറ്റില്ലല്ലോ. സതീശൻ വരും, നയം മാറും, നയം മാറണം. കാരണം സതീശൻ തന്നെ പറയുന്നുണ്ട് 25 വർഷം പുറകിലേക്കല്ല ഞാൻ പോകാൻ പോകുന്നത്, ഞാൻ പോകാൻ പോകുന്നത് 25 വർഷം മുന്നിലേക്കാണെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വകാര്യ സംരംഭകർ വരണം, വന്നേ തീരൂ. അതല്ലാതെ സർക്കാരിന്റെ കയ്യിൽ ബിസിനസ് നടത്താൻ പൈസയും ഇല്ല, സർക്കാരിന് അതിനുള്ള പ്രാഗൽഭ്യവും ഇല്ല. ചെയ്യേണ്ടത് ഇവിടുത്തെ നല്ല ബിസിനസ്സുകാരുണ്ട്, അവർ ചെയ്യട്ടെ. അവർക്ക് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഏർപ്പാടാക്കി കൊടുക്കുക, അതിനുള്ള സൗകര്യങ്ങൾ കൊടുക്കുക. അതാണ് രണ്ടാം ഭൂപരിഷ്കരണം എന്നൊക്കെ പറയുന്നത് കേട്ടോ. അതായത് അവർക്ക് ആവശ്യമായ ലാൻഡ് കൊടുക്കുക, അവർക്ക് ആവശ്യമായ മറ്റ് ഫെസിലിറ്റീസ് കൊടുക്കുക, എന്നിട്ട് അവരെ കൊണ്ട് വ്യവസായങ്ങൾ ചെയ്യിപ്പിക്കുക. അതിൽ നിന്നുള്ള നികുതി വരുമാനം കൊണ്ട് സർക്കാർ എന്ത് ചെയ്യുക, സർക്കാർ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുക. അതാണ് ഭാവനാശാലിയായ ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. അതാണ് കഴിഞ്ഞ 10 വർഷം ഒരു ഭാവനയില്ലാത്ത ഒരു മുരടൻ ചെയ്യാതിരുന്നത്. അതാണ് വി ഡി സതീശൻ ഇപ്പൊ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ചെയ്ത് കാണിക്കാൻ വേണ്ടി പദ്ധതികൾക്ക് ഉൾപ്പെടെ വിഹിതം കുറവ്. പദ്ധതിയുണ്ട്, പണമെവിടെ? കാരണം കഴിഞ്ഞ 10 കൊല്ലം ഭരിച്ചു മുടിപ്പിച്ചിട്ട് ആകെ കുത്തുവാള എടുത്തിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനം. അപ്പോൾ വി ഡി സതീശൻ നികുതി വർദ്ധിപ്പിച്ചിട്ടുമില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നികുതികളിലൊന്നും വർധനവ് വരുത്തിയിട്ടില്ല. എങ്ങനെയാണ് ഈ ബഡ്ജറ്റിലെ ഈ നിർദ്ദേശങ്ങൾക്ക് എങ്ങനെയാണ് പണം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാ പറയുന്നത് ഇക്കൊല്ലം വലിയ പദ്ധതികളുടെ പ്രാരംഭ പ്രവർത്തനം മാത്രം. വലിയ പദ്ധതികൾ, ഇപ്പോൾ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസിന് വകയിരുത്തിയ തുക പരിഹസിക്കുന്നുണ്ട് ഇടതുപക്ഷത്തെ ബുദ്ധിജീവികൾ. ഇതുകൊണ്ട് എങ്ങനെയാണ്, ഇതോട്ട് ആകെ 10-40 കുടുംബങ്ങൾക്കല്ലേ ഇൻഷുറൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് പ്രാരംഭ നടപടികൾക്കാണെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. ഇതിന്റെ വിശദമായ DPR തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 10 കോടി വകയിരുത്തിയിട്ടുള്ളത്. കാരണം ഇത് വളരെ ബൃഹത്തായ ഒരു പദ്ധതിയാണ്. അപ്പൊ ഏത് രീതിയിലൊക്കെയാണ്, ആർക്കൊക്കെയാണ് പൂർണ്ണമായ സൗജന്യം കൊടുക്കേണ്ടത്? കുറെ ആൾക്കാർക്കൊക്കെ അതിന്റെ പ്രീമിയം അടയ്ക്കാനുള്ള വൻ ശമ്പളം വാങ്ങുന്ന ആൾക്കാർക്കൊന്നും സൗജന്യം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എത്ര പേർക്ക് പദ്ധതി, ഇതിനെങ്ങനെയായിരിക്കും, സംസ്ഥാന സർക്കാരിന്റെ വിഹിതം എത്രയായിരിക്കും, തുടങ്ങിയ കാര്യങ്ങളൊക്കെ. കാരണം ചാടിക്കേറിയാണ് നടപ്പാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കാണ് ഈ 10 കോടി അനുവദിച്ചത് എന്നാണ് സതീശൻ വളരെ വ്യക്തമാക്കിയത്. പക്ഷേ ഇതൊന്നും അന്തംഗമികൾക്ക് ഇതൊന്നും ബാധകമല്ല കേട്ടോ. അന്തംഗമികൾ പക്ഷെ ഇതൊന്നും അറിയില്ലല്ലോ. അവരാകെ ദേശാഭിമാനിക്ക് ഞാൻ വരുന്നു, ദേശാഭിമാനിയും കൈരളിയും ഒക്കെ കാണുകയും വായിക്കുകയും ചെയ്യുള്ളൂ. അത് വരട്ടെ. മുൻ സർക്കാർ വരുത്തിയ ബാധ്യത 87,012 കോടി എന്ന് ബഡ്ജറ്റാണ്. ആ ബഡ്ജറ്റിൽ ഈ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് മുൻ സർക്കാർ വരുത്തിയ ബാധ്യത എത്രയാണ്? ചില്ലറയെന്നല്ല, 87,012 കോടി. അപ്പൊ 87,012 കോടി സതീശന്റെ തലയിൽ കെട്ടിവെച്ചിട്ടാണ്. എന്നിട്ടാ പറയുന്നത് 6,000 കോടി ഇതിൻ്റെ അകത്ത് ഉണ്ടെന്ന്. എൻ്റെ അകത്ത് ഈ ഖജനാവിൽ 6,000 കോടി ഉണ്ടെന്ന്. 6,000 കോടി ഖജനാവിൽ വെച്ചിട്ട് കൊടുക്കാൻ എത്ര ഉണ്ട്? 87,012. എന്നിട്ടും അന്തംഗമികൾ ഉളുപ്പില്ലാതെ പറയുന്നു, എന്ത് ബഡ്ജറ്റ്. ഞാൻ അതിലേക്ക് വരാം. ദേശാഭിമാനി നമുക്ക് അവസാനം കാണാം കേട്ടോ. അപ്പൊ ഇതില് VR പ്രതാപിന്റെ സ്റ്റോറിയാണ്. സാമ്പത്തിക പ്രതിസന്ധി മൂലം വൻകിട പദ്ധതികൾക്ക് പോലും സംസ്ഥാന ബഡ്ജറ്റിൽ വളരെ കുറച്ച് പണമാണ് വകയിരുത്തിയിട്ടുള്ളത്. പ്രഖ്യാപിച്ച പല പദ്ധതികളുടെയും പ്രാരംഭ പ്രവർത്തനങ്ങൾ മാത്രം ഈ വർഷം പ്രതീക്ഷിച്ചാൽ മതി. അപ്പം വൻകിട പദ്ധതികളുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ മാത്രമായിരിക്കും ഈ വർഷം ഉണ്ടാവുക എന്നാണ് പറയുന്നത്. മറ്റൊന്ന്, മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് നിർമ്മാണ കരാർ പൊതുമരാമത്ത് വിജിലൻസ് അന്വേഷിക്കും. പഴയ മരുമോന്റെ എല്ലാ തരികിടകളും വെളിച്ചത്താകാൻ പോകുന്നുണ്ട്. ഏതായാലും അമ്മായിയച്ഛനും ഭാര്യയും ജയിലിലേക്കുള്ള വഴിയിലാണ്. പിന്നാലെ മരുമോനും വരാം. അങ്ങനെ തിരുട്ടുകുടുംബത്തിലെ 3 അംഗങ്ങൾ ജയിലിലാകാൻ പോകുന്ന അപൂർവ കാഴ്ചയാണ് സുഹൃത്തുക്കളെ കാണാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം എന്താണെന്നറിയോ? ഈ ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം VD സതീശൻ നടത്തിയ ഒരു ഇന്റർവ്യൂ, അതായത് മലയാള മനോരമ ലേഖകനുമായി മുഖ്യമന്ത്രി VD സതീശൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ആദ്യം എന്തൊക്കെയാന്ന് നോക്കാം. അതായത് സുജിത് നായറുമായുള്ള ഇന്റർവ്യൂ ആണ്. ബജറ്റ് അവതരണത്തിന് ശേഷം മുഖ്യമന്ത്രി പ്രതികരിക്കുന്നു, പ്രത്യേക അഭിമുഖം. അതിൽ ചോദിക്കുന്നത്, ആദ്യ ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ പലത് മനസ്സിലുണ്ടാവും, ഏറ്റവും ഊന്നൽ കൊടുത്തത് എന്തിനാണ്? അതിന് സതീശൻ പറയുന്നു, സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനുള്ള പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം അറിയാലോ, 10 വർഷം സമ്പദ് വ്യവസ്ഥ ആകെ മരവിച്ചിരിക്കുകയായിരുന്നു. ആ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനുള്ള നടപടികളാണ് ഏറ്റവും പ്രധാനമായി പ്രഖ്യാപിച്ചത്. അത് കൂടിയേ തീരൂ. പണം സമാഹരിക്കണം, ആ സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണവും നടപ്പാക്കണം. കേരളത്തിലെ ചെറുപ്പക്കാരുടെ ജീവിത പുരോഗതി സർക്കാരിന്റെ മുൻഗണനാ പട്ടികയിൽ തന്നെ മുന്നിലുള്ള ഒന്നാണ്. നമ്മുടെ സാധ്യതകളെ അവരുടെ ജീവിത മുന്നേറ്റവുമായി ബന്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് തുടങ്ങി വെച്ചിരിക്കുന്നത്. അപ്പം സതീശൻ വളരെ ഭാവനാപൂർണമായ ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് കയ്യിൽ പണമില്ലാതെ ഇതെല്ലാം ചെയ്യാനാകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അതിന് മറുപടി, സർക്കാരിന്റെ ജോലി സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതാണല്ലോ. അതാണ് ഏറ്റവും പ്രധാനം. സർക്കാരിന്റെ ജോലി സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. എന്തിന്? ബിസിനസ് നടത്താൻ. അല്ലാതെ സർക്കാർ പോയി ബിസിനസ് നടത്തിയാൽ അതൊക്കെ കുളവും. അതാണ് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കോടികളുടെ നഷ്ടമാണ് ഉണ്ടാക്കിയത്, അല്ലേ? കോടികളുടെ നഷ്ടമാണ്. ഇത് വല്ല കാര്യമുണ്ട് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൊണ്ട്? അതായത് തൊഴിൽ കൊടുക്കുന്നില്ല,
കഴിഞ്ഞ ഈ ബഡ്ജറ്റ് ഈ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി ഡി സതീശൻ ചോദിച്ചു എത്ര എഞ്ചിനീയറിംഗ് ബിരുദധാരികളാണ് പുറത്തിറങ്ങുന്നത്, ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിക്ക് ഈ പറഞ്ഞ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി കൊടുക്കാനാവുന്നുണ്ടോ? ഇല്ലാന്നേ. നഷ്ടങ്ങൾ ഇങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നഷ്ടത്തിലുള്ള കമ്പനികളൊക്കെ വിൽക്കണം, അതാ വേണ്ടത്. പക്ഷേ അങ്ങനെ വിൽക്കുന്നൊന്നും സതീശൻ പറഞ്ഞിട്ടില്ല. അതിന് പകരം പറയുന്നത് ഇനി മുതൽ ഈ മാതിരി പൊതുമേഖല തലയിൽ കെട്ടി വെക്കില്ല. നഷ്ടം ഇങ്ങനെ കൂടി ഇതാണല്ലോ കഴിഞ്ഞ 10 വർഷം ഏറ്റവും അവസാനത്തെ ടേമില് നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവ് ആയിരുന്നല്ലോ. എന്താ ചെയ്തത്? പൊതുമേഖല ഇങ്ങനെ നഷ്ടം കൂടി വന്നു. എത്ര കോടികളാണ് നമ്മുടെയൊക്കെ പോക്കറ്റിൽ നിർത്തും കണ്ട് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ തിന്നാൻ വേണ്ടി കൊടുക്കുകയാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ മാറ്റമാണ്. ഈ അന്തംഗമ്മികൾ പലതും പറയട്ടെ. അന്തംഗമ്മികൾ 10 കൊല്ലം ഭരിച്ച അതേ നയവുമായി എന്തായാലും സതീശന് വരാൻ പറ്റില്ലല്ലോ. സതീശൻ വരും, നയം മാറണം. കാരണം സതീശൻ തന്നെ പറയുന്നുണ്ട് 25 വർഷം പുറകിലേക്കല്ല ഞാൻ പോകാൻ പോകുന്നത് 25 വർഷം മുന്നിലേക്കാണെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വകാര്യ സംരംഭകർ വന്നേ തീരൂ. അതല്ലാതെ സർക്കാരിന്റെ കയ്യിൽ ബിസിനസ് നടത്താൻ പൈസയും ഇല്ല, സർക്കാരിന് അതിനുള്ള പ്രാഗൽഭ്യവും ഇല്ല. ചെയ്യേണ്ടത് ഇവിടുത്തെ നല്ല ബിസിനസ്സുകാരുണ്ട്, അവർ ചെയ്യട്ടെ. അവർക്ക് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഏർപ്പാടാക്കി കൊടുക്കുക, അതിനുള്ള സൗകര്യങ്ങൾ കൊടുക്കുക. അതാണ് രണ്ടാം ഭൂപരിഷ്കരണം എന്നൊക്കെ പറയുന്നത് കേട്ടോ. അതായത് അവർക്ക് ആവശ്യമായ ലാൻഡ് കൊടുക്കുക, അവർക്ക് ആവശ്യമായ മറ്റ് ഫെസിലിറ്റീസ് കൊടുക്കുക, എന്നിട്ട് അവരെ കൊണ്ട് വ്യവസായങ്ങൾ ചെയ്യിപ്പിക്കുക. അതിൽ നിന്നുള്ള നികുതി വരുമാനം കൊണ്ട് സർക്കാർ എന്ത് ചെയ്യുക? സർക്കാർ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുക. അതാണ് ഭാവനാശാലിയായ ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. അതാണ് കഴിഞ്ഞ 10 വർഷം ഒരു ഭാവനയില്ലാത്ത ഒരു മുരടൻ ചെയ്യാതിരുന്നത്. അതാണ് വി ഡി സതീശൻ ഇപ്പൊ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ, ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോ കയ്യിൽ പണമില്ലാതെ ഇതെല്ലാം ചെയ്യാനാകുമോ? സർക്കാരിന്റെ ജോലി എന്താണ്? സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതാണ്. സ്വകാര്യ നിക്ഷേപങ്ങളാണ് ബാക്കി. കയ്യിൽ പൈസ ഇല്ലാതെ ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? സമ്പദ് വ്യവസ്ഥ ചലിക്കുമ്പോൾ നികുതി വരുമാനം താനേ വരും. അപ്പൊ അതാണ് സതീശന്റെ ലൈൻ. പിന്നെ സർക്കാർ ജീവനക്കാർ ചിലതെല്ലാം കൂടി പ്രതീക്ഷിച്ചില്ല. അതായത് സർക്കാർ ജീവനക്കാർക്ക് വാരിക്കൊരു കൊടുത്തിട്ടില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ശമ്പള പരിഷ്കരണം 5 വർഷം കൂടുമ്പോൾ ശമ്പള പരിഷ്കരണം എന്നുള്ളത് അതിന്റെ കാലമായി. പക്ഷെ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം 10 വർഷം കഴിഞ്ഞിട്ട് മതി ശമ്പള പരിഷ്കരണം എന്ന രീതിയിലൊക്കെയാണ് സാമ്പത്തിക വിദഗ്ധർ നേരത്തെ തന്നെ പറഞ്ഞു കേട്ടോ. എനിക്ക് തോന്നുന്നു സതീശന്റെ ലൈൻ ആ രീതിയിലേക്കാണ് പോകുന്നത്. ഏതായാലും ശമ്പള പരിഷ്കരണത്തെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞ 10 വർഷം ഭരിച്ച പിണറായി സർക്കാർ നേരത്തെ 5 വർഷം കൂടുമ്പോൾ ശമ്പള പരിഷ്കരണം ആണെങ്കിൽ നേരത്തെ തന്നെ നടത്തേണ്ടതാണ്. അതൊന്നും നടത്താതെ, മാത്രമല്ല ഈ സർക്കാർ ജീവനക്കാർക്ക് കോടികളുടെ കുടിശ്ശികയാണ് ബാക്കി വെച്ചത്. ഇത് ഏറ്റവും വലിയ രസം. ഈ കുടിശ്ശിക ഒന്നും കൊടുക്കാനുള്ള പദ്ധതി ഇല്ലല്ലോ എന്നാ ചോദിക്കുന്ന നെറ്റികൾ. അതായത് പിണറായി വിജയൻ ചോദിക്കുന്നത്, അല്ല ഞങ്ങൾ 10 വർഷം ഭരിച്ചിട്ട് ഞങ്ങൾ കുറെ കുടിശ്ശിക ഉണ്ടാക്കി വെച്ചിനി, ഞങ്ങൾ ഈ സർക്കാർ ജീവനക്കാർക്ക് DR ഒന്നും കൊടുക്കാതെ ഞങ്ങൾ കുടിശ്ശിക ഉണ്ടാക്കി വെച്ചാൽ കുടിശ്ശികയൊക്കെ ഞങ്ങൾ കൊടുക്കണ്ടേ? ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടി അറിയോ? 10 വർഷം ഭരിച്ചിട്ട് സർക്കാർ ജീവനക്കാർക്ക് കുടിശ്ശിക ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പൊ ചോദിക്കുക, ഒരു മാസമാകുന്ന ഒരു സർക്കാരിനോട് പറയും നിങ്ങൾ ആ കുടിശ്ശിക കൊടുക്കട്ടോ. ഞങ്ങൾ പണ്ട് കിട്ടിയ പൈസയൊക്കെ പുട്ടടിച്ച് ഞങ്ങൾ കൊടുത്തില്ല, നിങ്ങൾ കൊടുത്തേക്ക് ഞങ്ങൾ കൊടുക്കൂല. എന്റെ മക്കളെ, നിങ്ങൾക്ക് എങ്ങനെ 35 സീറ്റ് കിട്ടിയടോ? എനിക്കറിയില്ല. ഇനി ഭൂപരിഷ്കരണ തീരുമാനങ്ങൾ എതിർപ്പ് ക്ഷണിച്ചു വരുത്തുന്നതാണ് എന്ന സൂചന പ്രതിപക്ഷം നൽകിയിട്ടുണ്ടല്ലോ. അപ്പോഴേ സതീശൻ പറയുന്നത് പലതും കാലഹരണപ്പെട്ടതാണ്, അതിൽ മാറ്റം വരുത്തും. തോട്ടങ്ങൾ പലതും പൂട്ടിക്കിടക്കുന്നു, അവിടെ ടൂറിസത്തിന് കൂടുതൽ സ്ഥലം അനുവദിക്കും, ഫലവൃക്ഷങ്ങൾക്ക് അനുവാദം നൽകും. അത് UDF നയമാണ്. അപ്പൊ UDF നയം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽപ്പെട്ട ഭൂമികൾ ഒരുപാട് കിടക്കുന്നു. ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അധീനതയിൽ ഭൂമികൾ ഇങ്ങനെ കിടക്കുകയാണ്. ആ ഭൂമികളൊക്കെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുമെന്നാണ് പറയുന്നത്. പുതിയ നിക്ഷേപകർ പെട്ടെന്ന് വരുമോ എന്ന ചോദ്യത്തിന് അത് കൃത്യമായി നിരീക്ഷിക്കും, നടപടികൾ എടുക്കും, അതിനായി സംവിധാനം ഉണ്ടാവും. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഡാഷ്ബോർഡ് സ്ഥാപിച്ച് നോഡൽ ഓഫീസറെ വെച്ച് ശ്രദ്ധിക്കും, എന്തൊക്കെയാണ് തടസ്സങ്ങൾ എന്ന് മനസ്സിലാക്കി പരിഹാരമുണ്ടാക്കും. ഏതായാലും ഇടതുപക്ഷം മാറി എന്നുള്ള ഒറ്റ സൂചന കൊണ്ട് തന്നെ നിക്ഷേപകർ വരും. കാരണം ഇനി കൊടികുത്തൂല, നോക്കുകൂലി ഉണ്ടാവില്ല, അമ്മാതിരി ഒരു പരിപാടി ഉണ്ടാവില്ല. വളരെ കൃത്യമായി വ്യവസായികൾക്ക് അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും. ക്ഷേമ പെൻഷൻ വർധന വേണ്ടെന്ന് വെച്ചതാണോ എന്ന ചോദ്യത്തിന് 2 ഗ്യാരണ്ടികൾ നടപ്പാക്കിയല്ലോ എന്നാണ് സതീശൻ ചോദിക്കുന്നത്. 2 ഗ്യാരണ്ടികൾ നടപ്പാക്കിയല്ലോ. 3ാമത്തെ ഗ്യാരണ്ടിയായ ഇൻഷുറൻസ് ഓപ്പൺ ചെയ്തു. അതായത് 2 ഗ്യാരണ്ടികൾ നടപ്പാക്കിയെന്ന് പറയുന്നത് ഒന്ന് സൗജന്യ യാത്ര, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഒരു ഗ്യാരണ്ടി ആയിരുന്നു. പിന്നെ ഈ വയോജന വകുപ്പ് രൂപീകരിക്കുന്നുള്ളത് മറ്റൊരു ഗ്യാരണ്ടി ആയിരുന്നു. അത് 2 നടപ്പാക്കി. പിന്നെ 3ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പതാ ഈ ആരോഗ്യ ഇൻഷുറൻസ് അല്ലെ, ആരോഗ്യ ഇൻഷുറൻസിന്റെ പ്രാരംഭ നടപടികൾക്കും തുടക്കം കുറിച്ചു. പിന്നെ ആശാ വർക്കേഴ്സിന്റെ ആനുകൂല്യം കൂട്ടി, വരുമാനത്തിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യാം.
വരുമാനത്തിനനുസരിച്ച് ബാക്കി കാര്യങ്ങളും ചെയ്യാം. കാരണം ആശാ വർക്കർമാർക്ക് ഇനിയും പൈസ കൂട്ടി കൊടുക്കാനുണ്ട്. ക്ഷേമ പെൻഷൻ ഇപ്പൊ 2000 കൊടുക്കുന്നത്, അത് 3000 ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ട് എന്തായാലും LDF സർക്കാർ ചെയ്ത കൊടുഞ്ചത് ചെയ്യില്ല. LDF സർക്കാർ 2500 ആക്കാന്ന് പറഞ്ഞിരുന്നു. 5 വർഷം ഭരിച്ചിട്ടും, 10 വർഷം ഭരിച്ചിട്ടും 2500 ആക്കിയില്ല. അമ്മാതിരി ആൾക്കാരാണ് ഇപ്പോൾ വന്നുകൊണ്ട് സതീശനെ നേരെ കൈവിരൽ ചൂണ്ടുന്നത്. പിന്നെ മുഖ്യമന്ത്രി തന്നെ ധനമന്ത്രിയുമാകുമ്പോഴുള്ള മെച്ചം എന്ത്? രണ്ടും ഒരാളാകുമ്പോൾ ജോലി കൂടുതലുണ്ട്. പക്ഷെ എല്ലാ വകുപ്പുകളിലും എന്താണ് നടക്കുന്നത് എന്ന് കൃത്യമായി അറിയാനാകും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ധനകാര്യം വെല്ലുവിളി തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ രീതിയിലാണ് ഈ സതീശന്റെ ഇന്റർവ്യൂ ഉള്ളത്.